വയനാട് കൽപ്പറ്റയിൽ 40 ഗ്രാം MDMA-യുമായി കോഴിക്കോട് സ്വദേശി പിടിയിൽ. താമരശ്ശേരി സ്വദേശി പി റാസിക്കാണ് പിടിയിലായത്. ഇരു കാലുകളിലും ടേപ്പ് ചെയ്ത നിലയിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിക്കുകയായിരുന്നു. കാൽദാസൻ ദേവത്വം വയനാട് ചെയ്തു. കാൽദാസൻ എങ്ങനെയാണ് കടത്താൻ ശ്രമിച്ചത്? ഏത് വാഹനത്തിലാണ്? അതായത് ബസ്സിലാണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇയാൾ ശ്രദ്ധയിൽപ്പെടുന്നത്? സുഹൈൽ, അമൃത, ബസ്സിൽ കടത്താനുള്ള ശ്രമമാണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പോലീസ് വൃത്തങ്ങളിൽ നിന്നും തന്നെ നമുക്ക് അത്തരത്തിലുള്ള വിവരങ്ങളാണ് ലഭിച്ചിരുന്നത്. എന്തായാലും വലിയൊരു ലഹരി വേട്ട എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം 40 ഗ്രാം MDMA ആണ്. ചെറിയ ക്വാണ്ടിറ്റി അല്ല, അത് അത്യാവശ്യമുണ്ട്. അത് വലിയ വിലയുണ്ട് മാർക്കറ്റിൽ എന്നുള്ളതാണ് നമുക്ക് പല വൃത്തങ്ങളിൽ നിന്നും, അല്ലെങ്കിൽ ഇതിനോട് ബന്ധപ്പെട്ട പോലീസ് വൃത്തങ്ങളിൽ നിന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇയാളുടെ പക്കൽ നിന്ന് 40 ഗ്രാമോളം MDMA-യും അതോടൊപ്പം തന്നെ സിപ്ലോ കവറുകൾ, ഈ സിപ്ലോ കവറുകളിലാണ് ഇത്തരത്തിൽ ഇത് പൊതിഞ്ഞു കൊടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ സിപ്ലോ കവറുകൾ അടക്കമാണ് പിടിച്ചത്. അതായത് ഇയാൾ കടത്താൻ ശ്രമിച്ചത് ഇരു കാലുകളിലും ടേപ്പ് ചെയ്ത നിലയിലാണ് ഈ ലഹരി ഇയാൾ കടത്താൻ ശ്രമിച്ചത്. എന്തായാലും നേരത്തെ കിട്ടിയ ഒരു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഉച്ചയോടെ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും കൽപ്പറ്റ പോലീസും ചേർന്ന് ഈ താമരശ്ശേരി സ്വദേശി വി റാസിക്കിനെ പിടികൂടിയത്. കോഴിക്കോട് താമരശ്ശേരി സ്വദേശിയാണ്. കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും 40 ഗ്രാമോളം MDMA-യും സിപ്ലോ കവറുകളുമായി പിടിയിലായത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.